പാവറട്ടിയിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ അത്ഭുത മധ്യസ്ഥം ഉറപ്പിച്ചെടുത്തതിനെ നൊവേന ആചരണത്തിനുള്ള പങ്ക് വിവരണാതീതമാണ്. ആ ഒരു ചരിത്രമാണ് ഇന്ന് തിരുനാൾ വിശേഷങ്ങളിൽ പങ്കുവയ്ക്കുന്നത്. ആയിരത്തി 1936 പാവറട്ടിയിൽ വികാരിയായെത്തിയ ഫാദർ GF ചൂണ്ടലാണ് നൊവേനയ്ക്ക് തുടക്കം കുറിച്ചത്. GF ചൂണ്ടൽ വികാരിയായെത്തുമ്പോൾ വിരലിൽ എണ്ണാവുന്ന വിശ്വാസികളും കടക്കിണിയിലായ ദേവാലയവുമായിരുന്നു പാവറട്ടിയിൽ ഉണ്ടായിരുന്നത്. ഈ അവസ്ഥ മറികടക്കാൻ ജനങ്ങളെ ഒന്നിപ്പിക്കാനും ഇടവക പ്രശ്നങ്ങൾക്ക് അറുതി വരുത്താനും അദ്ദേഹം ആഗ്രഹിക്കുകയും കഠിനമായി പരിശ്രമിക്കുകയും ചെയ്തു. ഇടവക ജനങ്ങളെ ഒരു മാലയിലെ മുത്തുമണികൾ പോലെ അണിനിരത്താനായി ചൂണ്ടലച്ചൻ നൊവേന രൂപപ്പെടുത്തി. 1937 ജൂലൈ 21 നൊവേന ആരംഭിച്ചു. ആദ്യം കൈവിരലിൽ എണ്ണാവുന്നത്ര ആളുകളെ വന്നുള്ളൂ. പിന്നീട് കൂടിക്കൂടി അതൊരു ജനപ്രവാഹമായി മാറി. വിശുദ്ധ യൗസേ പിതാവിന്റെ നൊവേനയിൽ പങ്കെടുത്ത പലരുടെയും അനുഭവങ്ങളാണ് വിശുദ്ധ യൗസേ പിതാവിന്റെ നാമധേയം നാനാ ദിക്കുകളിൽ എത്തിച്ചത്. 1954 മെയ് 1 തൃശൂർ രൂപത മെത്രാനായിരുന്ന മാർ ജോർജ് ആലപ്പാട്ടാണ് നൊവേനയ്ക്ക് ഇംബ്രിമാത്തൂർ നൽകിയത്. 1936 GF ചൂണ്ടലച്ചൻ പാവറട്ടി ഇടവകയുടെ വികാരിയായിട്ട് വന്നു. ആ കാലഘട്ടം മുതലാണ് പാവറട്ടി പുറം ലോകത്തേക്ക് അറിയപ്പെട്ടു തുടങ്ങിയത്. അദ്ദേഹം ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ പാവറട്ടിയിൽ നടപ്പിലാക്കി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബുധനാഴ്ച ആചരണം. ബുധനാഴ്ച അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ രൂപപ്പെട്ട ഒരു നൊവേന പാവറട്ടി ഇടവകയെ മറ്റ് ഇടങ്ങളിലേക്ക് അറിയുന്ന രീതിയിൽ വലിയ ഒരു പ്രസ്ഥാനമാക്കി അദ്ദേഹം മാറ്റി. പാവറട്ടി പള്ളിയിൽ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ യൗസേ പിതാവിനോടുള്ള നൊവേന ചൊല്ലുന്നവർക്ക് 300 ദിവസത്തെ ദണ്ഡവിമോചനം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാവറട്ടി പള്ളിയെ ഇന്നിന്റെ തനിമയിലേക്കും ഉന്നതിയിലേക്കും ഉയർത്തിയെടുക്കുന്നതിൽ ചൂണ്ടലച്ചന്റെ ദിവ്യദർശനത്തിൽ രൂപപ്പെട്ട നൊവേന പ്രധാന പങ്ക് വഹിച്ചു എന്നത് നിസ്തർക്കമാണെന്ന് ചരിത്രകാരനായ റാഫി നീലങ്കാവിൽ അഭിപ്രായപ്പെടുന്നു.